നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് ടോപ്പ് 1 ലോ കോളേജ് ആയിട്ടുള്ള തിരുവനന്തപുരം ലോ കോളേജിലാണ്. അപ്പൊ നമ്മൾ ലോട്ടസ് പ്രെപ്പ് ഇന്നൊരു ക്യാമ്പസ് ടൂർ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്യാമ്പസ് ടൂർ സീരീസിന്റെ പാർട്ട് 1 ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ബെറ്റർ സേ അനാമികയുടെ കോളേജ്. അപ്പൊ എങ്ങനെയാ നമുക്ക് കോളേജിലേക്ക് പോവല്ലേ? കമോൺ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കയറി വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ റോഡിലൂടെയാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം ഈ റോഡ് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എപ്പോൾ ഇവിടെ വന്നാലും ഗേറ്റ് കടന്ന് ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത വഴിയാണ് ആ വഴി ആക്ച്വലി ക്ലാസ്സിലേക്ക് പോകാൻ ഈസി ആയിട്ടുള്ള വഴിയാണ്, പക്ഷെ കുറച്ച് കറങ്ങിപ്പോണം. കേരളത്തിലെ ബാക്കി ഗവൺമെന്റ് ലോ കോളേജസിനെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളതും ക്യാമ്പസ് ലൈഫ് എന്നൊക്കെ പറയുമ്പം അത് കിട്ടണമെങ്കിൽ, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് തന്നെ വരണം. ബിക്കോസ് നമ്മുടെ ക്യാമ്പസ് ഭയങ്കര വലുതാണ്. ഈ ബിൽഡിംഗ് നമ്മുടെ ലൈബ്രറി ബിൽഡിംഗ് ആണ്. തൊട്ട് മുകളിലെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫൈനൽ 3 ക്ലാസ് റൂം ആണ്. അതായത് 3 ഇയർ LLB കോഴ്സിന്റെ ഫൈനൽ ഇയേഴ്സ് ഇരിക്കുന്ന ക്ലാസ് റൂമാണ് മേളിൽ കാണുന്നത്. ഇനി നമുക്കിത് മേളിൽ പോയി നോക്കാം. വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. സോ ഈ വാൾ ഇതൊരു ഫോട്ടോ വാളായിട്ട് സാക്ഷ്യ എന്ന് പറഞ്ഞ നമ്മുടെ ആനുവൽ ലോ കോളേജ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് പെയിന്റ് ചെയ്തതാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലാണ്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വി ഹാവ് ദി ഓഫീസ് ബിൽഡിംഗ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ലൈബ്രറി പോയി നോക്കാം. ഓക്കെ, സോ ഈ ഒരു റോഡിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കോളേജിൽ എന്ത് ഇവന്റ് ഉണ്ടെങ്കിലും ആ ടീമിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ സാറ്റർഡേ സൺഡേസിൽ വന്നു കഴിഞ്ഞാൽ കോളേജിന്റെ നേവൽ NCC വിങ് ഇവിടെയാണ് അവരുടെ ഫുൾ ട്രെയിനിങ് ചെയ്യുന്നത്. നമ്മുടെ കോളേജിന് ഒരു നേവൽ NCC വിങ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഒരു ലോ കോളേജിന് മാത്രമേ നേവിന്റെ യൂണിറ്റ് ഉള്ളൂ. അത് ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്താണ്. ഈ ഒരു റോഡ് നേരെ ചെന്നെത്തുന്നത് ലൈബ്രറിയിലാണ്. ലൈബ്രറിയിലേക്ക് ഇപ്പം എൻട്രി ഇല്ല, ബിക്കോസ് കോളേജ് ലീവിലാണ്. ഇപ്പം ഇന്റേൺഷിപ്പ് ബ്രേക്ക് ആണ് നമുക്ക്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇരിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതിന് നമ്മൾ LC എന്നാണ് പറയുന്നത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൈബ്രറി കോർണർ. ഓക്കെ, സോ ദാറ്റ് ഇസ് LC. സോ ഇത് ഗ്രേറ്റ് വാൾ ഓഫ് റെവല്യൂഷൻ ആണ്. ഞാൻ ആദ്യം ക്യാമ്പസിൽ വന്ന സമയത്ത് എനിക്കിത് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. ഓണത്തിന് വടംവലി നടക്കുന്ന എവിടെയാണ്. പിന്നെ NCC ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര മെമ്മറീസ് ആയി. ഇത് നേരെ പോയ ലൈബ്രറിയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാം, നമുക്ക് നമ്മുടെ അസൈൻമെൻ്റ് എഴുതാം. ഇനിയിപ്പോൾ ഒരു ക്ലാസ്സിലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നാണ് ഞങ്ങളുടെ പ്ലാനിങ്ങും എല്ലാം ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ക്യാബിൻ ഉണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലൈബ്രറിയിൽ വരുന്ന ഒരാൾക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഒരു ക്യാബിൻ ഉണ്ട്. അതാണ് നമ്മുടെ ലൈബ്രറിയിലെ ചേട്ടൻ. ഇവിടെ ഇരുന്ന് നമ്മൾ ഇടയ്ക്ക് പഠിക്കാറുണ്ട്, എക്സാമിൻ്റെ പ്ലാനിങ് ചെയ്യാറുണ്ട്. MOOC, ADR, MUN ഇതിൻ്റെയൊക്കെ റീസെർച്ച് ഇവിടെ ഇരുന്ന് ചെയ്യാറുണ്ട്. ചാർജിങ് പോർട്ടലുണ്ട്. ആമി എങ്ങനെ കോളേജ് വന്നതെന്ന് എല്ലായിടത്തും ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അതൊരു വലിയ കഥയാണ്. ആദ്യം കേരള ലോ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ആദ്യം ക്യുസാറ്റ് ആണ് കഴിഞ്ഞത്. ആദ്യം ക്യുസാറ്റ് എഴുതി. പിന്നെ അതിന് ശേഷം ക്യുസാറ്റിൽ ജോയിൻ ചെയ്തു. ഞാനും അഷർ എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. വീഡിയോ നമ്മുടെ ടീമിലുള്ള ആളാണ്. അതെ, അപ്പൊ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. BBA LLB ആയിരുന്നു അവിടെ. എനിക്ക് കോമേഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എനിക്കൊരു തലവേദനയായി. ഫസ്റ്റ് വീക്ക് തന്നെ എനിക്കത് ഭയങ്കര പാടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ആദ്യം തന്നെ എൻട്രൻസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും ലോനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും ആദ്യം കാണിച്ചത് ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം ആണ്. ഇവിടുത്തെ അലുമിനൈസിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ BV, കളക്ടർ ബ്രോ, ഇവരൊക്കെ എവിടെയൊക്കെയോ ഈ കോളേജിൽ നടന്നിരുന്നു, ഈ കോളേജിന്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു തോട്ട് കാരണം അതെന്റെ മനസ്സിൽ തട്ടി നിന്നു. അതുകൊണ്ട് എപ്പോഴും ഈ കോളേജിൽ വരണമെന്നായിരുന്നു. കേരള ലോ എൻട്രൻസ് എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് TC മേടിച്ച് വിടാം. ക്യുസാറ്റ് ഇസ് ഓൾസോ ഗുഡ്. ക്യുസാറ്റിൽ പക്ഷേ സെം ഫീ ഉണ്ട്. ഐ വാസ് സംവൺ ഹു ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റഡി ഓൺ മെറിറ്റ്. ഫീയും കൂടി എല്ലായിടത്തും ഒന്ന് പറയണേ. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 10,000 rupees ഇവിടെ ആദ്യം അടയ്ക്കണം. പക്ഷെ അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം അത്ര പോലും ഇല്ല. എല്ലാ വർഷവും 3000 രൂപ. തുച്ഛമായൊരു എമൗണ്ട് ആണ്. 3000 രൂപ മാത്രമാണ് ഫീ. ഇപ്പൊ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പം ഒരു നോർമൽ ഗവൺമെന്റ് ലോ കോളേജ് ആണിത്. അപ്പം അത്ര ഇൻഫ്രേ കാണുള്ളൂ. പക്ഷേ ദിസ് കോളേജ് ഇസ് ഗിവൺ മീ വാട്ട് എവർ ഐ വാണ്ടഡ്. ചുരുക്കി പറഞ്ഞാൽ 15,000 രൂപ മുടക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ LLB പഠിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും, വിച്ച് ഇസ് വെരി അഫോർഡബിൾ. പിന്നെ ഒരു കാര്യം ഉണ്ട് സാർ, നമുക്ക് ഗ്രാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപ പോലും പഠിക്കാൻ വേണ്ട. ഹോസ്റ്റൽ വരെ നമുക്ക് ഫ്രീ ആണ്. ദിസ് ഇസ് ദ ഹെറിറ്റേജ് ബിൽഡിംഗ്. പണ്ട് ഇത് ബാർട്ടൻ സാഹിബിന്റെ ബംഗ്ലാവ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് ഇപ്പം ഒരു ക്ലാസ് റൂം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറി പോയാൽ ക്ലാസ്സിൽ കയറാം.
ഞങ്ങൾ ഇതുവരെ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ക്ലാസ് ഫുൾ ആ സൈഡില്ല. ദിസ് ഇസ് പുസ്തകക്കൂട്. ഇത് നമ്മുടെ സീനിയർ ചേട്ടന്മാർ സെറ്റ് ചെയ്തൊരു പുസ്തകക്കൂടാണ്. അപ്പം ഇവിടെ നമുക്ക് ഇടയ്ക്ക് വന്ന് ഇരിക്കാം. ഇതിൻ്റെ ഇപ്പുറത്ത് ബെഞ്ച് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കാം. നമ്മുടെ മെയിൻ ഇരിക്കൽ സ്പോട്ട്സ് ആണ്. ഇനി ഇവിടുന്ന് നേരെ കയറിയ വനിതാ ഹോസ്റ്റൽ LH. ഇതാണ് ഗവൺമെൻറ് ലോ കോളേജ് വനിതാ ഹോസ്റ്റൽ. ഒരു 180 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വനിതാ ഹോസ്റ്റലാണ്. 3 ഫ്ലോർ ഉണ്ട്. ഭയങ്കര നല്ല ഹോസ്റ്റലാണ്. ഞാനൊരു ഹോസ്റ്റലറാണ്. എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റൽ കമ്മിറ്റി ഉണ്ട്. നല്ല സീനിയർ ചേച്ചിമാരുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 4th year ആയി. സോ ദിസ് ഇസ് ദ ഹോസ്റ്റൽ. ഹോസ്റ്റലിനകത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. റോഷൻ എൻ്റെ ഫ്രണ്ടാണ്. ഇന്ന് നമ്മൾ ഹോസ്റ്റലിൻ്റെ ആ റോഡ് കയറി വരുമ്പോൾ നേരെ എത്തുന്നത് നടുമുറ്റത്താണ്. ഇതാണ് കോളേജിൻ്റെ നടുമുറ്റം. നടുമുറ്റത്ത് ടീച്ചേഴ്സ് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ നേരെ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്നതാണ് മൂഡ് കോർട്ട് ഹാൾ. അവിടെയാണ് ഫൈനൽ ഇയേഴ്സിൻ്റെ മൂട്ട് നടക്കുന്നത്. കൂടാതെ ഇപ്പുറത്ത് ക്യാൻറ്റീൻ ഉണ്ട്. നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്യാൻറ്റീൻ്റെ ബിൽഡിംഗ് ആണ്. ഈ മാള് കാണുന്നത് ക്ലാസ് റൂംസ് ആണ്. ഇവിടെ വെച്ചാണ് മെയിൻ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. കോളേജിലെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. സ്റ്റേജ് ഇടുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആയിട്ടാണ് സ്റ്റേജ് ഇടുന്നത്. പിന്നെ ആ ഭാഗത്ത് നമുക്കിരുന്ന് ക്യാരംസ് കളിക്കാം. ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ക്യാരംസ് കളിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇടയ്ക്ക് പാട്ട് പാടാറുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, ബിക്കോസ് കോളേജ് ഇപ്പം ക്ലോസ്ഡ് ആണ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ 3 ക്ലാസ് റൂമിലെത്തും. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, അത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ഫൈനൽ 5 ക്ലാസ് റൂം. ഡോർ ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇതിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. പണ്ട് ഈ ബിൽഡിംഗ് ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ നിയമസഭ കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പം കേരള യൂണിവേഴ്സിറ്റി വ്യൂ ആണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിയമസഭയൊക്കെ എനിക്ക് കാണാൻ പറ്റും. ആക്ച്വലി വി ആർ അറ്റ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി റൈറ്റ് നൗ. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്രിൻസിപ്പൽസ് റൂം ഉള്ളത്. ഇവിടെ ഞങ്ങൾ ചില സമയത്ത് വരാറുണ്ട്, ചില സമയത്ത് കുറച്ച് അധികം വരാറുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഈ സെമസ്റ്ററിൽ ഞങ്ങൾ ഇതിൻ്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് LLM ക്ലാസ് റൂമാ. റൂം നമ്പർ 12 ആൻഡ് റൂം നമ്പർ 11. ഇതാണ് എൻ്റെ ക്ലാസ് റൂം. അല്ലാതിരിക്കട്ടെ, ഗവൺമെന്റ് ലോ കോളേജിൽ ടോട്ടൽ എത്ര സീറ്റ്സ് ഉണ്ട്? ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്തിന്റെ സീറ്റ് നമ്പർ അല്ലെങ്കിൽ സീറ്റ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 120 സീറ്റ്സ് 5 year LLB കോഴ്സ്. ഇവിടെ BA ഇന്റഗ്രേറ്റഡ് LLB കോഴ്സ് ആണ് നമുക്ക് വരുന്നത്. 3 year LLB കോഴ്സിനാണെങ്കിൽ 60 സീറ്റ്സ് ആണുള്ളത്. എത്ര റാങ്കിനുള്ളിൽ കിട്ടിയാൽ നമുക്ക് GLCTയിൽ കയറാൻ പറ്റും? ജനറൽ കാറ്റഗറി ഒരു 200 റാങ്കിന്റെ അകത്ത് വരണം. 200 in മെറിറ്റ് വന്നാൽ മാത്രമേ നമുക്ക് GLCT കിട്ടുള്ളൂ. അല്ല, ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. വാട്ട് വാസ് യുവർ റാങ്ക് ഇൻ ക്ലീ? കേരള ലോ എൻട്രൻസ് 2022 22ാമത്തെ റാങ്കാണ് ഞാൻ. 22 ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണല്ലേ? അതെ അതെ. ഇനി അടുത്ത വർഷത്തെ ക്ലീ, അതായത് ക്ലീ 2026 നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റേ ട്യൂൺഡ് ടു ലോട്ടസ് പ്രെപ്പ്. ബിക്കോസ് നമ്മുടെ ലോങ് ടേം ബാച്ചസ് എല്ലാം ജൂണിൽ ക്ലീ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് അപ്പോൾ ക്ലീ എക്സാം ഒക്കെ എഴുതുക. 150 വർഷത്തെ പൈതൃകം ഇറങ്ങുന്ന സർക്കാർ നിയമ കലാലയം നിങ്ങൾക്കായി കാത്തിരിക്കും. അപ്പോൾ ദിസ് ഇസ് ഇസ ആൻഡ് അനാമിക signing off from Lotus Prep.